ഹലോ എവ്രി വൺ, വെൽക്കം ടു അൺഫിൽറ്റേഡ് ബൈറ്റ്. ഇന്നലെ പോയി ദൃശ്യം കണ്ടു. കണ്ടപ്പോൾ തോന്നി എൻ്റെ യൂട്യൂബ് ചാനൽ ദൃശ്യം റിവ്യൂയിലൂടെ സ്റ്റാർട്ട് ചെയ്യാന്ന്. എന്തായാലും സംതിങ് ഡിഫറെൻറ്റ്, കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡഡ് ഫ്രാഞ്ചൈസിൻ്റെ സ്റ്റാർട്ടിലൂടെ ആയിക്കോട്ടെ ആദ്യത്തെ വീഡിയോ. ഇതെൻ്റെ ഹോണസ്റ്റ് റിവ്യൂ ആണ്. എനിക്കറിയാം ഒരുപാട് ലാലേട്ടൻ ഫാൻസ് ഇത് കാണാൻ ചാൻസ് ഉണ്ട്, കാരണം ദൃശ്യം ഇങ്ങനെ കത്തി നിൽക്കുന്നതായതുകൊണ്ട്, അല്ലാണ്ട് എൻ്റെ ചാനൽ ഫേമസ് ആയതുകൊണ്ടല്ല. ദൃശ്യം കത്തി നിൽക്കുന്ന സമയമായതുകൊണ്ട് ചില ആൾക്കാർക്ക് മേ ബി ഇതങ്ങോട്ട് യോജിക്കാൻ പറ്റിയെന്ന് വരില്ല. സ്റ്റിൽ ലെറ്റ് മീ സ്റ്റാർട്ട്. അങ്ങനെ പറഞ്ഞ പോലെ ഇന്നലെ പോയി കണ്ടു. ഞാൻ മൂവി കാണുന്നതിന് മുമ്പ് എനിക്കിങ്ങനെ ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു. ഡൗട്ടുകൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കണ്ടു. ഫസ്റ്റ് വാസ് ഗ്രേറ്റ്. ഫസ്റ്റിൻ്റെ എത്ര എത്തിയില്ലെങ്കിലും ഇറ്റ് വാസ് ഗുഡ്. പക്ഷേ ആ സെക്കൻഡിന് ഒരു പ്രോപ്പർ പെർഫെക്റ്റ് ക്ലൈമാക്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രോപ്പർ പെർഫെക്റ്റ് ക്ലൈമാക്സ് ഉള്ളൊരു പടത്തിന് ഒരു മൂന്നാം ഭാഗം വരിക എന്ന് പറയുമ്പോൾ ഡൗട്ടായിരുന്നു. ഒരു പെർഫെക്റ്റ് എൻഡിങ് ആയ സിനിമ വീണ്ടും എടുക്കാൻ പറ്റുമോ എന്നുള്ള ഡൗട്ട്. ആ ഡൗട്ട് കാരണം ഞാൻ എന്ത് ചെയ്തു, നിങ്ങളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ യൂട്യൂബിൽ കുറച്ച് റിവ്യൂ ഒക്കെ കണ്ടു നോക്കി. ഓൺലൈൻ റിവ്യൂസ് ആണല്ലോ നമ്മൾ മെയിൻലി നമ്മുടെ ഡൗട്ട്സൊക്കെ ഇപ്പോൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി, സിനിമ റിലേറ്റഡ് കേട്ടോ, വരുമ്പോൾ നമ്മളൊന്ന് കണ്ടു നോക്കുമല്ലോ. അതിൽ മോസ്റ്റ് ഓഫ് ദം വാസ് സെയിങ് ഇറ്റ് വാസ് ഗുഡ്, നൈസ് മൂവി. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് ഓൾമോസ്റ്റ് ഷസാം പറഞ്ഞതിനോട് യോജിക്കുന്ന തരത്തിലായിരുന്നു. മേ ബി അദ്ദേഹത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കണം, എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞതിനോട് പൂർണ്ണമായിട്ടും ഞാൻ യോജിക്കുന്നു. ഞാൻ ആ പടം കണ്ടപ്പോൾ എനിക്ക് കിട്ടിയ സെയിം ഫീലിംഗ് ഏകദേശം അതായിരുന്നു. പടം കണ്ടപ്പോൾ എൻ്റെ ഡൗട്ടിൻ്റെ എണ്ണം കൂടുകയാണ് ചെയ്തത്. ശരിക്കും എന്തിനാണ് ഈ പടം എടുത്തത്? തേർഡ് പാർട്ട് ദൃശ്യം 2 ഓൾറെഡി ഒരു നല്ല പെർഫെക്റ്റ് എൻഡിങ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓൾറെഡി എല്ലാവർക്കും അറിയാം എന്താണ് ഈ കഥ, എന്താണ് കഥാപാത്രങ്ങൾ എന്നൊക്കെ അറിയാം. ആ ക്യാരക്ടേഴ്സൊക്കെ പ്രോപ്പർലി അലൈൻഡായി അതിനൊരു കറക്റ്റായ എൻഡിങ്ങിലേക്ക് കൊണ്ടുപോയി. അതുപോലെ തന്നെ ഈ സ്റ്റോറി പുതിയതായിട്ടൊന്നും ഡിമാൻഡ് ചെയ്യുന്നില്ല. അതൊരു പെർഫെക്റ്റ്ലി എൻഡായൊരു സാധനമാണ്. നത്തിങ് ഡിമാൻഡ്സ് മോർ. ആ സ്റ്റോറി ഒന്നും ആവശ്യപ്പെടുന്നില്ല, കഴിഞ്ഞു അത്. ദെൻ എന്തിനായിരുന്നു ഇങ്ങനൊരു തേർഡ് പാർട്ട്? ആക്ച്വലി ഞാൻ സിനിമ വളരെ മോശമാണെന്നല്ല പറയുന്നത്. അതിൻ്റെ ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം ലാഗും കുറച്ച് ഓവർ ഡ്രമാറ്റിക് സീൻസും കുറച്ച് അങ്ങനെ ലാഗും എല്ലാം കൂടി വന്നെങ്കിലും സെക്കൻഡ് ഹാഫിൽ കുറച്ചുകൂടെ എനിക്ക് സെക്കൻഡ് ഹാഫാണ് ഇഷ്ടപ്പെട്ടത്. അതിനകത്ത് കുറച്ചും കൂടി ഒരു നല്ല നല്ല സീൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുറച്ചുകൂടി സെക്കൻഡ് പാർട്ട് ഇഷ്ടപ്പെടാനുള്ള കാരണം. പക്ഷേ ടോട്ടലി നോക്കുമ്പം ഒരു കാര്യം എടുത്തു പറയണം. ലാലേട്ടൻ്റെ അഭിനയം. ലാലേട്ടൻ അസാധ്യമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം ആ ഒരു പേടി കൊണ്ട് നടക്കുന്ന ഒരാൾ, ആങ്സൈറ്റി ഉള്ള ഒരാൾ, ടെൻഷനിൽ നടക്കുന്ന ഒരാളെ കറക്റ്റായിട്ട് അദ്ദേഹത്തിൻ്റെ ഓരോ സീൻസിലും, ചില സീനൊന്നും ഞാനത് സ്പോയിലർ ആവുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ ആ ഒരു മാനറിസം കറക്റ്റായിരുന്നു. ആ ഒരു ടെൻസ്ഡായി നടക്കുന്ന ആൾ, അത് കറക്റ്റായിട്ട് നമ്മളെ വ്യൂവേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ, ആ ഒരു അദ്ദേഹത്തിൻ്റെ ഫീലിങ്സ് എത്തിക്കാൻ കറക്റ്റായിട്ട് അദ്ദേഹം പിന്നെ അറിയാമല്ലോ, ലെജൻഡാണ്. നമ്മൾ കൂടുതലായിട്ടൊന്നും അദ്ദേഹത്തെ പറ്റിയൊന്നും പറയാൻ ഞാൻ ആരും അല്ല. സോ ഹീ ഡൺ ഹിസ് പാർട്ട് വെരി വെൽ. പക്ഷേ ലാലേട്ടന് ശേഷം അത്തർ ദാൻ ദാറ്റ് എനിക്ക് ഓവർ ഡ്രമാറ്റിക് സീൻസും ലാഗും ബാക്കിയുള്ള ക്യാരക്ടേഴ്സും അവരുടെ ഡയലോഗ് ഡെലിവറിയിൽ ഉള്ള പ്രശ്നങ്ങൾ എനിക്ക് ആകെപ്പാടെ ഒരു ചക്ക കൊഴിഞ്ഞ പോലെ കിടക്കുന്ന ഒരു സംഭവമായിട്ടാണ് തോന്നി. എനിക്കത് ഒരു ജിത്തു ജോസഫ് ടൈപ്പ്, ഇത് നമ്മൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് പടം കണ്ടതാണ്. അത് ജിത്തു ജോസഫ് ടൈപ്പ് ഒരു പടമായിട്ട് എനിക്ക് എന്തുകൊണ്ടും അത് തോന്നിയില്ല. പക്ഷേ എന്തിനാണ് ഇങ്ങനൊരു വലിച്ചു നീട്ടൽ ഉണ്ടായെന്ന് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. പിന്നെ ചിലപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ, ഏത് വലിയ ആൾക്കാർക്കും ചില മിസ്റ്റേക്സ് പറ്റും. നമുക്ക് തന്നെ തോന്നും എന്തിനായിരുന്നു ഇതെന്ന്. ആക്ച്വലി ഈ സ്റ്റോറി ഇനിയൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അതാണ് മെയിൻ പ്രശ്നം.
പക്ഷേ എല്ലാ സെക്കൻഡ് പാർട്ടിനെയും നമുക്ക് ഇങ്ങനെ പറയാനും പറ്റില്ല. വാഴ 1 and 2 ഈക്വലി ഫെൻറ്റാസ്റ്റിക് മൂവീസ് രണ്ടും. അതുപോലെ തന്നെ ഇപ്പോൾ ആട് എടുക്കുകയാണെങ്കിൽ ആട് 1, 2, 3 അത്രത്തോളം എത്തിയില്ലെങ്കിലും 3 കണ്ടപ്പം നമുക്ക് 4 എന്താവും എന്നുള്ളൊരു ആകാംക്ഷ ഇപ്പം മനസ്സിലുണ്ട്. പക്ഷേ ഇദ്ദേഹം ഇതിൻ്റെ ഒരു 4th പറ്റി പറയുമ്പോൾ നമ്മളെ വാഴ 2 ഒക്കെ നമുക്കൊരു ഇമോഷണലി ടച്ച് ചെയ്തിട്ടുണ്ട്. ആ ഫീലിംഗ് വ്യൂവേഴ്സിലേക്ക് എത്താൻ അത് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ആ വ്യൂവേഴ്സിനെ കറക്റ്റായിട്ട് അതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റുന്നുണ്ട്. ഈ മൂവിക്ക് എന്തോ അത് അങ്ങോട്ട് സാധിച്ചില്ല എന്ന് തോന്നുന്നു. ഇതിപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ദൃശ്യം 3 കണ്ടപ്പം 1ഉം 2ഉം ഞാൻ റിപ്പീറ്റഡ് അടിച്ച് കാണുന്നതായിരുന്നു. ഇടയ്ക്ക് ഫ്രീ ആകുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മൂവിയായിരുന്നു. ഇപ്പോൾ 3 കണ്ടതിന് ശേഷം 1നോടും 2നോടും ഉള്ള മൂഡ് അങ്ങോട്ട് പോയി. മേ ബി അത് എൻ്റെ മാത്രം പോയിൻ്റ് ഓഫ് വ്യൂ ആണ്. നിങ്ങൾക്ക് മേ ബി ഡിഫറെൻ്റ് ആയിരിക്കാം. നിങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണല്ലോ. പിന്നെ ഇനി എന്താ പറയുക, ഇനിയിപ്പോൾ 4 വരുന്നു എന്ന് പറയുമ്പോൾ അയ്യോ ആ 4 വരുന്നതെന്ന് പറയുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് ഫീലിംഗാണ് വരുന്നത്. അതായത് ഇനിയിപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ അദ്ദേഹം ഒരിക്കലും 4 ഇറക്കരുതെന്ന് ഞാൻ പറയുന്നത്. ഇനിയിപ്പോൾ അഥവാ ഇറങ്ങുകയാണെങ്കിൽ തന്നെ വല്ല ഏഷ്യാനെറ്റിൽ പരമ്പരയായിട്ട് ഇറങ്ങുന്നതായിരിക്കും നന്നാവുക. പരമ്പരയായിട്ടാകുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വലിച്ചു നീട്ടാലോ. സിനിമ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓൾറെഡി ഇത് വലിച്ചു നീട്ടി ഒരു മൈദമാവ് മാക്സിമം വലിച്ച് പൊട്ടിക്കാവുന്ന ലെവലിൽ അദ്ദേഹം എത്തിച്ചിട്ടുണ്ട്. ഇനി ഇതിലും കൂടുതൽ വലിച്ചു നീട്ടുകയാണെങ്കിൽ ഇതിനെ പറ്റിയ വ്യൂവേഴ്സ് ഏഷ്യാനെറ്റിലായിരിക്കും ഉണ്ടാവുക. സീരിയൽ കാണുന്ന ആൾക്കാർക്ക് അവർ കുറച്ചും കൂടി ഇഷ്ടപ്പെടും തോന്നുന്നു. എന്തായാലും ജിത്തു ജോസഫ് എന്ന് പറയുന്ന ഡയറക്ടറിൽ വിശ്വാസമൊന്നും നഷ്ടപ്പെടുന്നില്ല ഇതിനെക്കൊണ്ട്. അദ്ദേഹത്തിൻ്റെ അപ്കമിങ് മൂവീസ് ഏതായാലും അതിനുവേണ്ടി കാത്തിരിക്കുന്നു. അദ്ദേഹത്തിന് ഭാവിയിലെ ഓൾ ദ ബെസ്റ്റ്, എല്ലാ മൂവീസിനും ഓൾ ദ ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ചാനലാണ്. നിങ്ങളുടെ സപ്പോർട്ടോടു കൂടി മാത്രമേ ഇതിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ.